കെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഏതാണ്ട് ഒരു മാസത്തിലധികമായി കെ ശൈലജ ഫേസ് ചെയ്യുന്നത്. ഒരക്ഷരം പോലും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസോ UDF പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇന്ന് എന്തായാലും UDF ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു സൈബർ ആക്രമണം വലിയ തോതിൽ UDF തിരിച്ചടിയാകും എന്ന ഘട്ടത്തിലാണ് ഈ കാര്യത്തിൽ ഒരു പ്രതികരണത്തിന്, പേരിനെങ്കിലുമുള്ള ഒരു പ്രതികരണത്തിന് UDF, കോൺഗ്രസ് ഒക്കെ തയ്യാറായത്. കാരണം ജനങ്ങൾ വലിയ തോതിൽ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ എതിർക്കുന്നു എന്നവർക്ക് വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അതാണ് UDF ഏറ്റുപറച്ചിലിന് വഴിയൊരുക്കിയത്. ഇന്ന് കെ രമയും ഉമാ തോമസും വാർത്താസമ്മേളനം നടത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആര് ആക്രമണം നടത്തിയാലും തെറ്റാണ്, അതും തെറ്റാണ്, ഇതും തെറ്റാണ്. സൈബർ ആക്രമണം ആർക്കെതിരെയും പാടില്ല. അങ്ങനെ തുടങ്ങി കുറേ സ്ഥിരം ഡയലോഗുകളാണ് അവർ അവതരിപ്പിച്ചത്. ഇങ്ങനൊക്കെ പറഞ്ഞ് തടിതപ്പി UDF നേതാക്കൾ സ്ഥലം വിട്ടു. കെ ശൈലജയ്ക്കെതിരായ ആക്രമണത്തിൽ UDF ഏറ്റവും അവസാന നിമിഷമാണ് ഈ മൗനം ഭഞ്ജിക്കാൻ തയ്യാറായത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കെ രമയും ഉമാ തോമസും ഇതെല്ലാം തെറ്റാണ്, ഇത്തരത്തിൽ ഒന്നും ഒരു പ്രചരണം നടത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഷാഫി പറമ്പിൽ ഇതൊന്നും അറിഞ്ഞില്ല, അദ്ദേഹം ഭയങ്കര നിഷ്കളങ്കനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കെ രമ ഇതിൽ വളരെ കൃത്യമായി സാക്ഷ്യം പറയുകയാണ്. ഷാഫി പറമ്പിൽ ഭയങ്കര നിഷ്കുവായ ഒരാളാണ്, അയാൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്. സൈബർ ആക്രമണം തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 മാസം, ഒരു മാസത്തിലധികമായി ഇത് നടക്കുകയാണ്. അശ്ലീലത്തിൻ്റെ അങ്ങേയറ്റമാണ് പടച്ചുവിടുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കൾ. ഇവരെല്ലാം അത്രമാത്രം മോശപ്പെട്ട തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ പോസ്റ്റുകളും ഇടുന്നത്. എന്നിട്ടിപ്പോഴാണ് അവർക്ക് നേരം വെളുത്തത്. VD സതീശന് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയുന്നത് ശൈലജ ടീച്ചറെ ആരും അധിക്ഷേപിച്ചതായി അറിയില്ല, അത് വാസ്തവ വിരുദ്ധമാണ് എന്നാണ്. അശ്ലീല പ്രചരണം ഉണ്ടായെന്ന് സമ്മതിച്ച മറ്റൊരു പ്രമുഖൻ രാഹുൽ മാങ്കൂട്ടമാണ്. എന്നാൽ നേതൃത്വത്തിന് അതിൽ ഒരു പങ്കുമില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ രാഹുലും പതുക്കെ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേസുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്ലം, സൽമാൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർ 2 പേരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. മറ്റ് മുസ്ലിം ലീഗിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് എന്നുള്ളത് ഇവർ അറസ്റ്റിലാവുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വരും. വലിയ തോതിൽ ഒരു സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള സൈബർ ആക്രമണമാണ് കെ ശൈലജയ്ക്കെതിരെ ഉണ്ടായത്. അതിൻ്റെ ഒരു മോശപ്പെട്ട വശം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കലും തീരാത്ത തരത്തിലുള്ള ഒരു പക മനുഷ്യൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എന്തായാലും ഈ സമൂഹത്തിൽ ഒരു വിഭജനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണക്കാരായ ആരായാലും അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുക തന്നെ വേണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ UDF ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവസാനവട്ടം ഇതിനെയൊക്കെ പുറമേയെങ്കിലും ഒന്ന് തള്ളിക്കളയാൻ UDF തയ്യാറായത്.